കുരിശുകളോരോന്നായി പെരുകുമ്പോൾ അവശതയാൽ ചുറ്റും നോക്കി ഞാൻ, കടമൊന്നും വീട്ടാൻ കഴിയാതെ പടിവാതിൽ മുട്ടി തളരുമ്പോൾ, കാലക്കേടാണെന്നോതിയെല്ലാരും വേഗം എന്നിൽ നിന്നകലുമ്പോൾ, നാണക്കേടിന്റെ നേരത്താരും തെല്ലാശ്വാസം നൽകാനില്ലാതായി ക്രൂശിലേക്കൊന്നു നോക്കി ഞാൻ, ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമെന്തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എന്നിഴികൾ നിറഞ്ഞൊഴുകി. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 69 സങ്കീർത്തനം അതിൻ്റെ 8 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനും ആയി തീർന്നിരിക്കുന്നു. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. നിന്നെ നിന്ദിക്കുന്നുണ്ട നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. ഞാൻ കരഞ്ഞു ഉപവാസത്താൽ ആത്മതപനം ചെയ്തു, അതും എനിക്ക് നിന്നയായി തീർന്നു. ഞാൻ തെട്ടുശീല എൻ്റെ ഉടുപ്പാക്കി, ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നു. പട്ടണവാതിക്കൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലാപിക്കുന്നു. ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. ഞാനോ യഹോവേ പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ദയയുടെ ബഹുത്വത്താൽ നിന്റെ രക്ഷാവിശ്വസ്തതയാൽ തന്നെ എനിക്ക് ഉത്തരമരണമേ. വചനഭാഗം നമ്മളെ കേൾപ്പിക്കുമ്പോൾ, എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. ചില പ്രയാസങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, ദൈവമക്കളെ, കഷ്ടതയുടെ നടുവിലൊക്കെ വരുന്ന സമയത്ത് എല്ലാ ബന്ധങ്ങളും മാറിപ്പോകും. കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്നവരെ ഒന്ന് നോക്കിയാൽ, ഒന്ന് കൈത്താങ്ങിയാൽ, കൈത്താങ്ങുന്നവർക്കും ലജ്ജയായിട്ട് തോന്നുന്ന ഒരനുഭവം ഉണ്ടാകും. ഇങ്ങനെ കേൾക്കുന്ന ദൈവമക്കളെ, സമൃദ്ധിയുടെ കാലത്ത് എല്ലാവരും കൂടെ ഉണ്ടാവും. ഒരു കഷ്ടപ്പാടിൻ്റെ നാൾ വരുമ്പോൾ, ഒരു കണ്ണുനീരിൻ്റെ അവസ്ഥ വരുമ്പോൾ, നിന്ദിക്കപ്പെടുന്നൊരനുഭവം വരുമ്പോൾ ബന്ധങ്ങൾ മാറിപ്പോകും ദൈവമക്കളെ. ഇവിടെ സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറഞ്ഞു, എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. പിന്നെ എന്താ പറയാനുള്ളത്? നമ്മളൊക്കെ ചിലപ്പോൾ പറയല്ലേ, അവിടെ ഇല്ലായ്മയിൽ നമ്മൾ നോക്കി, അവർ കരഞ്ഞപ്പോൾ ഞാൻ അവരുടെ കണ്ണുനീരൊപ്പി, അവർ വയ്യാതെ കിടന്നപ്പോൾ ഞാൻ അവരെ നോക്കി. ഒത്തിരി കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടാവും. അതൊക്കെ ചെയ്യാനുള്ളൊരവസരം നമുക്ക് സ്വന്തമായിട്ടല്ല, ദൈവം തന്ന അനുഗ്രഹമായിരുന്നു. അപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മളൊന്ന് ഇതുപോലൊരു അവസ്ഥയിൽ കഷ്ടത വരുമ്പോൾ, കണ്ണുനീര് വരുമ്പോൾ ഇവരൊക്കെ ഉണ്ടായിരിക്കും എന്ന്. ഉണ്ടായിരിക്കട്ടെ. ചിലപ്പോൾ എല്ലാവരും ഒന്നും കണ്ടെന്ന് വരില്ല, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഉള്ളതിനേക്കാൾ അധികം ഇല്ലാത്തൊരനുഭവമായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോഴും നമുക്ക് പരാതിപ്പെടാനില്ല ദൈവമക്കളെ. കഷ്ടതയുടെ സമയത്ത് ആരൊക്കെ മാറിപ്പോയാലും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതെൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ ദൈവമക്കളെ. അത്രത്തോളം അടുത്ത് നിൽക്കാൻ എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 9-ാം വാക്യം പറഞ്ഞത്, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു. ദൈവത്തിൻ്റെ ആലയത്തെ എത്ര മനോഹരമായിട്ടാണ് ദാവീദ് രാജാവ് കാണുന്നത്. എന്നാൽ നിന്ദയുടെയും പ്രശ്നങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ അനുഭവത്തിലൂടെ കുറിച്ചു വെച്ചിരിക്കുന്ന ഈ സങ്കീർത്തന ഭാഗങ്ങൾ ഒരുപക്ഷെ അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വചനം കേൾക്കുമ്പോൾ ഇതെനിക്ക് വേണ്ടിയിട്ടാണോ, ഈ സങ്കീർത്തനം എനിക്ക് വേണ്ടിയാണോ എഴുതിയത്, ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എൻ്റെതാണോ? എന്തായാലും ഒന്നറിയാം, ഇത് വായിക്കുമ്പോൾ യഹോവൻ്റെ പക്ഷത്തുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 10-ാം വാക്യം പറഞ്ഞു, ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മതപനം ചെയ്തു. സ്തോത്രം. പ്രയാസങ്ങളേറെ ഒത്തിരി വന്നപ്പോഴും കരഞ്ഞുകൊണ്ട് ഉപവാസത്താൽ ആത്മതപനം ചെയ്തെന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. എന്നാൽ വചനം കേൾപ്പിക്കുന്നു, അതും എനിക്ക് നിന്നയായി തീർന്നിരിക്കുന്നു. ഞാൻ തെട്ടുശീല എൻ്റെ ഉടുപ്പാക്കി, ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു. പട്ടണവാദത്തിൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലാപിക്കുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടെയും ഒരു വർത്തമാനം എന്നെക്കുറിച്ച് തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ ദാവീദ് ഇവിടെ പറയുകയാണ്. തൻ്റെ പരാജയത്തെ
തൻ്റെ സങ്കടങ്ങളെയും വേദനകളെയും ദുഃഖങ്ങളെയും ഒക്കെ പറഞ്ഞ് സല്ലാപിക്കുന്ന ആൾക്കാർ പട്ടണവാതിക്കലാണ്. അപ്പോൾ ദൈവമക്കളെ, ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാകില്ലേ നമ്മുടെയൊക്കെ ഒരു അനുഭവം എത്രയാണ്? പട്ടണവാതിക്കൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലാപിക്കുന്നു, ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. ഞാനോ യഹോവേ പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ദയയുടെ ബഹുത്വത്താൽ നിന്റെ രക്ഷാ വിശ്വസ്തതയാൽ തന്നെ എനിക്ക് ഉത്തരമറണമേ. ഈ മഹാകഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക. ആമേ സ്തോത്രം. വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവമക്കളെ, വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയല്ലേ. ഈ ഞെരുക്കത്തിൻ്റെയും സങ്കടങ്ങളുടെയും ഒക്കെ മുമ്പിൽ ദൈവത്തെ പഠിക്കാനോ ദുഷിക്കാനോ ഒരിക്കലും ഇടയാകരുത്. ഈ മഹാകഷ്ടങ്ങളെയൊക്കെ ജയിച്ച എൻ്റെ കർത്താവിനെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്. ആമേ സ്തോത്രം. കാൽവരി ക്രൂശിലേക്ക് ഒന്ന് നോക്കിയാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ, രാജാതിരാജാവ്, ഹല്ലേലൂയ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ ക്രൂശിൽ പഞ്ചാമുറിവുകളേറ്റ് കിടക്കുമ്പോൾ, നിന്ദിക്കപ്പെട്ട് കഴിയുമ്പോൾ, പരിഹാസം ഏറ്റെടുത്ത് ദൈവമക്കളെ കിട്ടുന്ന പരിഹാസത്തിന് കണക്കില്ല. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കി, ദൈവമക്കളെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് അവരെ തൃപ്തിപ്പെടുത്തി 12 കൊട്ട മിച്ചം വരുത്തിയ കാഴ്ച കണ്ടവരും അനുഭവിച്ചവരും ഏറെ. മരിച്ചവരെ ഉയർപ്പിച്ച മഹത്വമേറിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ഇന്നിതാ ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു പറയുമ്പോഴും ഈ ലോകം എന്താണ് കർത്താവിന് കൊടുത്തത്? യേശുവേ സ്തോത്രം. ആ ക്രൂശിൽ കിടന്ന് പിടയുമ്പോഴും ക്രൂശിലേറ്റിയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. എത്ര വ്യക്തമായ പ്രാർത്ഥന, എത്ര മഹത്തരമായ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. തന്നെ നൊന്ത് പ്രസവിച്ച അമ്മ ക്രൂശിൻ്റെ ചുവട്ടിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച, തനിക്ക് വേണ്ടപ്പെട്ടയാളെ തന്നെ വിളിച്ച് അമ്മയെ ഏൽപ്പിക്കുന്നൊരനുഭവം. ദൈവമക്കളെ, ആ ക്രൂശിൽ അനുഭവിച്ച ത്യാഗങ്ങളെ ഒക്കെ ഓർത്താൽ, പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതിന് മുമ്പുള്ളൊരു ഒരു മനോഹരമായ പ്രാർത്ഥന, വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം, സകലവും നിവൃത്തിയായി. ഹല്ലേലൂയ, സ്തോത്രം. എന്താ ദൈവമക്കളെ, നിന്ദയും പരിഹാസവും ഉപദ്രവവും കഷ്ടങ്ങളും എല്ലാം ഏറ്റ എൻ്റെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, സകലവും നിവൃത്തിയായി. എന്താ നിവൃത്തിയായത്? വാരിക്കൂട്ടി എടുക്കുകയായിരുന്നില്ല, ലോകത്തെ മുഴുവൻ സമ്പാദ്യം ഉണ്ടാക്കുകയായിരുന്നില്ല, പേരും പെരുമയും വർദ്ധിപ്പിക്കുകയായിരുന്നില്ല, എല്ലാം ക്രൂശിൽ സകലവും സഹിക്കുകയായിരുന്നു. എൻ്റെ കർത്താവേ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ക്രിസ്തുയേശുവിനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കഷ്ടങ്ങളിലും സങ്കടങ്ങളിലും മാറാത്തവനായി എപ്പോഴും കൂടെ എൻ്റെ കർത്താവ് മാത്രം. ഹല്ലേലൂയ. ആ കരുതലും ആ സ്നേഹം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ തളർന്നു പോകാതിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുനീരിൻ്റെ, നമ്മുടെ ഞെരുക്കത്തിൻ്റെ, സങ്കടത്തിൻ്റെ ഒരു അനുഭവത്തിൽ ഒരു വാക്ക് മതി. പോട്ടെ, സാരമില്ല എന്ന് പറയാൻ ഒരു വാക്കെങ്കിലും കൊതിക്കാത്തവരാരും ഉണ്ടാവില്ല. ഈ മഹാകഷ്ടത്തിലൂടെ കടന്നു പോകുന്നവർ ആഗ്രഹിക്കും ഒരു പ്രാർത്ഥന, ആശ്വാസത്തിൻ്റെ ഒരു വാക്ക്. കാരണം പലരെയും കരുതി, പലരെ സ്നേഹിച്ചു, പലർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു, പലരുടെയും കണ്ണുനീരൊപ്പി, പലരുടെ ഇല്ലായ്മയുടെ നടുവിൽ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി വിളമ്പിക്കൊടുത്തു. ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ, മഹാകഷ്ടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഒരുപാട് ജനം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചു പോകും. ദൈവമക്കളെ, ഒന്നും ഓർത്ത് തളരണ്ട, പതറണ്ട. ചെയ്യാൻ കിട്ടിയ അവസരങ്ങൾ നന്നായിട്ട് ചെയ്തില്ലേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങോട്ട് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം പ്രതിഫലം കർത്താവിൻ്റെ പക്കലാണ്. ആ ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് അപ്പോഴും നിന്ദിക്കുന്നവരും പഴിക്കുന്നവരും എല്ലാവരെയും ദൈവസന്നിധി വെച്ചുകൊണ്ട് അവർക്കെതിരായി ഒരു വാക്കും പറയാനിടയാകാതെ അവരെ ദൈവസന്നിധിക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. നമ്മളെ ഏൽപ്പിച്ചത് കർത്താവിന് വേണ്ടി ചെയ്യാൻ ആ ഒരു മനസ്സ് മാത്രമായിരിക്കട്ടെ. നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം നമ്മുടെ കൂടെയാ. നമ്മുടെ കണ്ണുനീര് കണ്ട മനസ്സലിയുന്ന ദൈവം നമ്മുടെ കൂടെയാ. ആമേ സ്തോത്രം. നമ്മളെ ഏൽക്കുന്ന നിന്ന അനുഭവിച്ച കർത്താവ്, നിന്നയെ ജയിച്ചവൻ. ആമേ സ്തോത്രം. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് പറഞ്ഞ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ദൈവമക്കളെ ഈ ദുഃഖങ്ങളെല്ലാം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ,
അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഈ ശുശ്രൂഷ പങ്കുചേർന്ന് എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്മയുടെ നാളുകളിൽ അനേകരെ പോറ്റി പുലർത്തി, അനേകർക്ക് വേണ്ടി ത്യാഗം ചെയ്ത്, അനേകർക്ക് വിളമ്പിക്കൊടുത്ത്, അനേകരെ കരുതി എണ്ണമറ്റ സഹായങ്ങൾ ചെയ്യുവാൻ കർത്താവേ അനേകം മക്കളെ ദൈവം ഇവിടുന്ന് ഒരുക്കിയല്ലോ. എന്നാൽ ഈ മഹാകഷ്ടതയുടെ നാളുകളിൽ ഒന്ന് കൈത്താങ്ങാൻ, ഒരു വാക്ക് കൊണ്ട്, ഒരു പ്രാർത്ഥന കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ, ആരെയും കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളിൽ അവൻ എനിക്ക് ഏറ്റവും അടുത്ത തുണയാണെന്ന് പറയുവാൻ ഒരനുഭവം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദൈവസ്നേഹം ഒരിക്കലും മാറുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. നിന്നെ ഏറ്റുവാങ്ങുമ്പോഴും, ഉപദ്രവങ്ങൾ സഹിക്കുമ്പോഴും, രോഗാവസ്ഥ വരുമ്പോഴും, ഇല്ലായ്മ വരുമ്പോഴും, കർത്താവെ തകർന്നുടഞ്ഞു പോകുന്ന ഒരു അനുഭവം കൺമുന്നിൽ കാണുമ്പോഴും, പരിഭ്രമത്തോടെ കർത്താവെ നോക്കി നിൽക്കുമ്പോഴും സഹായിക്കുവാൻ എൻ്റെ കർത്താവ് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് കുറവില്ലാതെ നിൽക്കുന്ന മക്കളെ ആത്മതലത്തിൽ കർത്താവെ ദൈവം തൊട്ടനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവെ, അനേകർക്ക് വെച്ച് വിളമ്പി കൊടുത്ത നിന്റെ മക്കളുടെ ഭവനം ഇന്ന് നിന്ദിക്കപ്പെട്ടതായ സാഹചര്യത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും ഒന്ന് നോക്കുവാൻ ആരുമില്ലാതെ തളർന്നിരിക്കുന്ന ഈ സമയത്ത് ഈ പ്രാർത്ഥന നിന്റെ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹത്തിനിടയായിരിക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് നിന്റെ മക്കൾ അനുഭവിക്കുന്ന ഈ കഷ്ടത ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നന്മയ്ക്ക് അവരടയാളമാക്കി തീർത്ത് ദൈവം അനുഗ്രഹിക്കണമേ. ഇന്നു മുതൽ കർത്താവെ നിന്റെ മക്കളുടെ ഭവനത്തിലെ ഈ സങ്കടങ്ങളിൽ നിന്ന് നിന്റെ മക്കളെ വീണ്ടെടുക്കണമേ, വിടുതൽ കൊടുക്കണേ, സമാധാനം കൊടുക്കണമേ. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളൊരു അനുഗ്രഹമായി തീരുവാനിടയാക്കണേ. മക്കളില്ലാത്ത നിന്നെ അനുഭവിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ, നിന്റെ മക്കളോട് ദൈവം ദയ തോന്നണമേ. അവിടുത്തെ വാഗ്ദത്തങ്ങൾ നിറവേറി സാക്ഷ്യം പറയാൻ കർത്താവ് സഹായിക്കണമേ. കുടുംബജീവിതം തകർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ, ദൈവമേ, ദൈവം കൂട്ടിച്ചേർത്ത ബന്ധങ്ങളാണുള്ളപ്പ, ഒരിക്കലും ഇടറാനോ പതറാനോ ദൈവം അനുവദിക്കത്തില്ല എന്നടിയൻ വിശ്വസിക്കുന്ന കർത്താവേ. സമാധാനത്തിന്റെ ദൈവമേ, അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു ഭവനമില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വന്തമായിട്ട് ഒരു ഭവനം നിന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിവാഹം പ്രായവും കഴിഞ്ഞിട്ടും തക്കതായ തുണകളെ ഒന്ന് ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭാരപ്പെട്ട് പ്രാർത്ഥനാ വിഷയം വെച്ചിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മക്കൾക്ക് തക്കതായ തുണകളെ ദൈവം ഒരുക്കി കൊടുത്തുകൊണ്ട് തമ്പുരാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, സാമ്പത്തികമായിട്ട് അനുഭവിക്കുന്ന ഈ മഹാകഷ്ടതയ്ക്കകത്ത് സ്വർഗീയപിതാവേ, നിന്റെ മക്കൾക്ക് അവിടുന്ന് ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, സമൃദ്ധിയ ദൈവം അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.